ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ ടി ബി, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇന്നും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ്, അല്ലെങ്കിൽ സ്ലൈറ്റ്ലി ബെറ്റർ ഓപ്പണിംഗ് ആണ്. ഏഷ്യൻ മാർക്കറ്റുകളെല്ലാം തന്നെ ബെറ്റർ ആയിട്ടാണ് ഇന്ന് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. ഇന്നലെ അമേരിക്കൻ മാർക്കറ്റുകൾ വീക്കായിട്ടാണ് ക്ലോസ് ചെയ്തിരുന്നത്. ടെക്നോളജി സ്റ്റോക്കുകളിലൊരു പ്രോഫിറ്റ് ബുക്കിംഗ് മാത്രമാണ് ഇന്നലെ അമേരിക്കൻ മാർക്കറ്റിൽ കണ്ടിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ട്രംപ് താരിഫ് ഡെഡ് ലൈൻ ഓഗസ്റ്റ് 1 എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. ഒപ്പം 12 രാജ്യങ്ങളിൽ മേലുള്ള താരിഫ് റേറ്റുകളും അനൗൺസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ അനൗൺസ്മെൻറ്റുകൾക്കൊന്നും തന്നെ കാര്യമായിട്ടുള്ള നെഗറ്റീവ് ഇമ്പാക്റ്റ് ഗ്ലോബൽ മാർക്കറ്റുകളിൽ ഉണ്ടാക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല. അതോടൊപ്പം ഇന്നലെ യൂറോപ്യൻ മാർക്കറ്റുകൾ മെജോറിറ്റി വീക്കായിട്ടാണ് ക്ലോസ് ചെയ്തിരുന്നത്. ഇന്നലെ ഏഷ്യൻ മാർക്കറ്റുകൾ ജപ്പാൻ വീക്കായിരുന്നു, മറ്റ് മാർക്കറ്റുകൾ ഫ്ലാറ്റ് ആയിട്ടാണ് ഇന്നലെ ക്ലോസ് ചെയ്തിരുന്നത്. കമോഡിറ്റികൾ സ്ലൈറ്റ്ലി വീക്കായിട്ടാണ് ഇന്നലെ ക്ലോസ് ചെയ്തിരുന്നത്. ഗോൾഡും സിൽവറും ഒഴികെ. ഗോൾഡ് ഇന്ന് മോർണിംഗിൽ $3,338 പെർ ഔൺസിനാണ് സ്പോട്ട് ഗോൾഡ് ട്രേഡ് ചെയ്യുന്നത്. ബെറ്റർ ആണ് ഇന്നലത്തെ റേറ്റ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. സിൽവറും സ്ലൈറ്റ്ലി ബെറ്റർ ആയിട്ടാണ് ഇന്ന് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. കോപ്പർ ഫ്ലാറ്റ് ആയിട്ടാണ് ഇന്ന് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. അലുമിനിയം, സിങ്ക്, ഈ കമോഡിറ്റികൾ സ്ലൈറ്റ്ലി വീക്കായിട്ടാണ് ഇന്ന് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. അയൺ ഓറും ഫ്ലാറ്റ് സെൻറ്റിമെൻ്റ് ആണ്. ഒപ്പം ബ്രെൻഡ് ക്രൂഡ് ഓയിൽ ബെറ്റർ ആയിട്ടാണ് ഇന്ന് മോർണിംഗിലും ഇന്നലെ ക്ലോസ് ചെയ്തിരുന്നു ബെറ്റർ ആയിട്ടായിരുന്നു. $69.18 പെർ ബാരലിനാണ് ഇന്ന് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. ഇന്ത്യൻ റുപ്പി US ഡോളറിന് എഗൻസ്റ്റ് ആയിട്ട് സ്ലൈറ്റ്ലി വീക്കായിട്ടാണ് ഇന്നലെ ക്ലോസ് ചെയ്തിരുന്നത്. ഇന്ന് മോർണിംഗിലും ആ ലെവലിൽ തന്നെയാണ് ട്രേഡ് ചെയ്യുന്നത്. ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് ഇന്നലെ 321.16 കോടി രൂപയ്ക്കുള്ള സ്റ്റോക്കുകൾ വാങ്ങിയിരുന്നു. ഡൊമസ്റ്റിക് ഫണ്ടുകൾ 1853.39 കോടി രൂപയ്ക്കുള്ള സ്റ്റോക്കുകളും വാങ്ങിയിരുന്നു. അപ്പോൾ പൊതുവേ മാർക്കറ്റിലൊരു ബുള്ളിഷ് ബയാസോട് കൂടിയിട്ടുള്ള ഒരു ഫ്ലാറ്റ് സെൻറ്റിമെൻ്റ് ആണ്. സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസ് ആണ് മാർക്കറ്റിൽ കാണുന്നത്. നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ റിലയൻസ് ഇൻഡസ്ട്രീസ് ആണ് വലിയ ഒരു മാർക്കറ്റ് മൂവ്മെൻറ്റിന് മുന്നോടിയായിട്ടുള്ള ഒരു കൺസോൾട്ടേഷൻ കാണിക്കുന്നത്. ഒപ്പം സെലക്റ്റീവ് ആയിട്ടുള്ള അപ്പ് മൂവ്സും ഇന്നലെ മാർക്കറ്റിൽ കണ്ടിട്ടുണ്ട്. ഇന്നും അത്തരത്തിലുള്ളൊരു അപ്പ് മൂവ്സ് തന്നെയാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. JSW ഇൻഫ്ര 740 കോടി രൂപയുടെ പോർട്ട് പ്രൊജക്റ്റ് ബാഗ് ചെയ്തിട്ടുണ്ട്, വെസ്റ്റ് ബംഗാളിൽ നിന്നാണ്. അതോടൊപ്പം തന്നെ അഡാനി പ്രോപ്പർട്ടീസ്, ധാരാവിക്ക് ശേഷം അഡാനി പ്രോപ്പർട്ടീസ് വീണ്ടും ഒരു പ്രൊജക്റ്റ് മഹാരാഷ്ട്രയിൽ നേടിയിരിക്കുകയാണ്. മോത്തിലാൽ നഗർ ഹൗസിംഗ് പ്രൊജക്റ്റാണ്. 142 ഏക്കറാണ്. വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ് അഡാനി ഗ്രൂപ്പിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ. അതോടൊപ്പം തന്നെ സെബിയുടെ റിസർച്ച് പേപ്പർ വന്നിട്ടുണ്ട്. ഫിനാൻഷ്യൽ ഇയർ 2025 F&O ലോസസ് റീറ്റെയിലേഴ്സിൻ്റെ വീണ്ടും കൂടിയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്പർ ഓഫ് ക്ലയൻസ് ട്രേഡ് ചെയ്യുന്നത് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും ജാനെ സ്ട്രീറ്റിൻ്റെ ഒരു എപ്പിസോഡിന് ശേഷം വീണ്ടും നെഗറ്റീവ് ന്യൂസുകൾ തന്നെയാണ് റീറ്റെയിൽ പാർട്ടിസിപ്പേഷനെ കുറിച്ചും റീറ്റെയിലേഴ്സിൻ്റെ ലോസിനെ കുറിച്ചും സെബി പറയുന്നത്. അപ്പോൾ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് മെഷേഴ്സൊക്കെ വീണ്ടും വരാനുള്ള സാധ്യതകളുണ്ട് റീറ്റെയിൽ പാർട്ടിസിപ്പേഷനെ കുറിച്ച് ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻ സെഗ്മെൻറ്റിൽ. അപ്പോൾ ഒന്ന് കോഷൻ അപ്ലൈ ചെയ്യുന്ന നന്നായിരിക്കും. അതോടൊപ്പം തന്നെ ജിയോ ഫൈനാൻഷ്യൽ സർവീസസ് ബ്ലാക്ക് റോക്ക് മ്യൂച്വൽ ഫണ്ടിൻ്റെ 3 മ്യൂച്വൽ ഫണ്ട് ഡെറ്റ് സ്കീമുകൾ ഓപ്പൺ ആയിരുന്നു. 17,800 കോടി രൂപയാണ് കളക്ട് ചെയ്തിരിക്കുന്നത്. വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. 67,000 റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്. 90 ഇൻസ്റ്റിറ്റ്യൂഷൻസും ഈ 3 ഫണ്ടുകളിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. പോസിറ്റീവ് ന്യൂസാണ് ജിയോ ഫൈനാൻഷ്യൽ സർവീസസിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ. ടൈറ്റൻ്റെ ബിസിനസ് അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അറൗണ്ട് 20% ആണ് ഇയർ ടു ഇയർ ഗ്രോത്ത് കാണിച്ചിട്ടുള്ളത് ടൈറ്റൻ. പക്ഷേ ജ്വല്ലറി സെഗ്മെൻറ്റിലും അറൗണ്ട് 20% ആണ്. ഒപ്പം മറ്റ് ജ്വല്ലറികളുടെ അപ്ഡേറ്റ് വന്ന് നോക്കുകയാണെങ്കിൽ കല്യാണാണ് എക്സലൻറ്റ് Q1 സെയിൽസ് ഡാറ്റ പുറത്തു വിട്ടിരിക്കുന്നത്. ഇൻ്റർനാഷണൽ സെയിൽസും 31% ബെറ്ററാണ്. ഡൊമസ്റ്റിക് സെയിൽസും 31% ബെറ്ററാണ്. തീർച്ചയായിട്ടും കല്യാണം സംബന്ധിച്ച് നല്ല ഡേയ്സാണ് ഹെഡ്. കാരണം അടുത്ത ദിവസങ്ങളിലും ഗോൾഡ് പർച്ചേസ് ഫെസ്റ്റിവൽ സീസൺ ആരംഭിക്കുന്നതിന് മുമ്പുള്ള പർച്ചേസൊക്കെ ആരംഭിക്കാനായിട്ട് സാധ്യതയുണ്ട്. ഒപ്പം കല്യാൺ സ്റ്റോറുകളുടെ എണ്ണം കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കല്യാണം സംബന്ധിച്ച് പോസിറ്റീവ് ന്യൂസാണ്. അപ്പോൾ ജ്വല്ലറികളിൽ ഇതുവരെ പുറത്തു വന്നിട്ടുള്ള സെയിൽസ് അപ്ഡേറ്റ് നോക്കുകയാണെങ്കിൽ, ബിസിനസ് അപ്ഡേറ്റ് നോക്കുകയാണെങ്കിൽ കല്യാണാണ് നമ്പർ 1 ആയിട്ട് നിൽക്കുന്നത്. സിമൻസ് എനർജി ലിമിറ്റഡിൻ്റെ ഫസ്റ്റ് ഹാഫ് റിസൾട്ട് അനൗൺസ് ചെയ്തിട്ടുണ്ട്. ബെറ്റർ റിസൾട്ടാണ് വന്നിരിക്കുന്നത്. ഡിമർജറിന് ശേഷം ആദ്യമായിട്ടാണ് ഈ റിസൾട്ട് അനൗൺസ്മെൻറ്റ് വന്നിരിക്കുന്നത്. സിമൻസ് എനർജിയുടെ ധനകാര്യ വർഷം ഒക്ടോബർ മുതൽ സെപ്റ്റംബർ വരെയാണ്. അപ്പോൾ ഫസ്റ്റ് ഹാഫ് മാർച്ച് എൻഡ് ചെയ്ത ഫസ്റ്റ് ഹാഫിൻ്റെ റിസൾട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ത്യൻ ഹോട്ടൽസ് വലിയ എക്സ്പാൻഷൻ പ്ലാനുകളാണ്. 700 ഹോട്ടൽസ് ആക്കുന്നതാണ് പറയുന്നത്. 2030 ആകുമ്പോഴേക്കും പോസിറ്റീവായിട്ട് ന്യൂസ് ലോസ് ആണ്. അതോടൊപ്പം തന്നെ ധാരാളം ബൂട്ടിക് ഹോട്ടലുകളെയും കൂടി ഇന്ത്യൻ ഹോട്ടൽസ് അക്യൂർ ചെയ്യാനുള്ള പ്ലാനുകൾ ഉണ്ടെന്നാണ് പറയുന്നത്.
ആക്മെ സോളാർ 3.1 ഗിഗാവാട്ട് ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം എക്യുപ്മെൻറ്റുള്ള ഓർഡർ ഗ്ലോബൽ വെൻഡേഴ്സിൻ്റെ അടുത്ത് നൽകിയിട്ടുണ്ട്. ഇതുവരെ കൊടുത്തിട്ടുള്ള ഇന്ത്യയിൽ നിന്നുള്ള ഓർഡറുകൾ ഏറ്റവും ഹയസ്റ്റ് ആണ്. പോസിറ്റീവ് ന്യൂസ് ആണ്. ആക്മേനെ സംബന്ധിച്ച് അടുത്ത 1.5 വർഷത്തിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യേണ്ട പ്രൊജക്റ്റാണ്. ഗ്ലോബൽ വെൻഡേഴ്സ് എങ്ങനെയാണ് എക്യുപ്മെൻറ്റുകൾ എത്ര ഫാസ്റ്റായിട്ട് കൊടുക്കുന്നു അത്രയും ഫാസ്റ്റായിട്ട് കമൻസ്മെൻറ്റും ആരംഭിക്കുന്നതാണ് പറയുന്നത്. സിമെൻറ്റ് കമ്പനികളുടെ ബിസിനസ് അപ്ഡേറ്റ് നോക്കുകയാണെങ്കിൽ Q1 സിമെന്റ് കമ്പനികൾ എക്സലന്റ് റിസൾട്ടാണ് പോസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അൾട്രാടെക് അടക്കമുള്ള അംബുജ സിമെന്റ് അടക്കമുള്ള ACC അടക്കമുള്ള എല്ലാ സിമെന്റ് കമ്പനികളെ സംബന്ധിച്ചും പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എക്സ്പെക്ടേഷനാണ് Q1 അപ്ഡേറ്റിൽ നിന്ന് ലഭിക്കുന്നത്. അപ്പോൾ സിമെന്റ് കമ്പനികൾ ഒരു പോസിറ്റീവ് ബയാസ് കാണിക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. ആസ്റ്റർ DM ക്വാളിറ്റി കെയർ മെർജറിന് ശേഷം ആസ്റ്റർ DM ആയിരിക്കും ഏറ്റവും കൂടുതൽ ബെഡുകളുള്ള ഇന്ത്യയിലത്തെ ഹോസ്പിറ്റൽ. കണക്കുകൾ നോക്കുകയാണെങ്കിൽ ഈ മെർജഡ് എൻറ്റിറ്റിക്ക് 10,300 ബെഡുകളുണ്ട്. അപ്പോളയ്ക്ക് 10,187 ഉള്ളൂ. അടുത്ത വർഷങ്ങളിൽ ആസ്റ്റർ 3,300 ബെഡുകൾ ആഡ് ചെയ്യാണ്. അപ്പോളോ 4,300 ബെഡുകളും കൂടി ആഡ് ചെയ്യാണ്. അപ്പോൾ ആസ്റ്ററിൻ്റെ നമ്പർ 1 പൊസിഷനാണ് ഹോസ്പിറ്റൽ രംഗത്ത്. തീർച്ചയായിട്ടും ആസ്റ്റർ DMനെ സംബന്ധിച്ച് പോസിറ്റീവ് ആയിട്ടുള്ള ന്യൂസാണ്. ഇതൊക്കെയാണ് ന്യൂസ് ഫ്ലോസ്. അതോടൊപ്പം തന്നെ മോർഗൻ സ്റ്റാൻലി, ജെഫറീസ്, HSBC ഈ റിസർച്ച് ഫേമുകളൊക്കെ പല സ്റ്റോക്കുകളെയും അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. സ്ലോസ് ലീല ഹോട്ടൽസ് ആണ് 549 ആണ് മോർഗൻ സ്റ്റാൻലിയുടെ ടാർജറ്റ്. HAയിൽ മോർഗൻ സ്റ്റാൻലി പറഞ്ഞിരിക്കുന്ന 6,105 ആണ് ടാർജറ്റ് പ്രൈസ്. അഡാനി പവർ, ജെഫറീസ് 690 ആണ് ടാർജറ്റ് പ്രൈസ്. അതോടൊപ്പം തന്നെ കോട്ടക് മഹീന്ദ്ര ബാങ്ക്, ജെഫറീസ് 2,550 ആണ്. ഒപ്പം HSBC ദിവീസ് ലാബ് 7,900 ആണ് ടാർജറ്റ് പ്രൈസ് ഫിക്സ് ചെയ്തിരിക്കുന്നവർ അതാത് റിസർച്ച് റിപ്പോർട്ടുകളിൽ. ഇനി നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ സജസ്റ്റ് ചെയ്തിരുന്ന SME IPOs ഇന്നലെ ക്ലോസ് ചെയ്തിട്ടുള്ള ക്രയോജനിക് OGS 694.9 ടൈംസ് ആണ് ഓവർ സബ്സ്ക്രിപ്ഷൻ വന്നത്. വളരെ ഹ്യൂജ് ഓവർ സബ്സ്ക്രിപ്ഷനാണ്. നല്ല ലിസ്റ്റിംഗ് ഗെയിനോടുകൂടി ലിസ്റ്റ് ചെയ്യാനുള്ള സാധ്യതകളാണ് കാണുന്നത്. ഇന്ന് ക്ലോസ് ചെയ്യുന്ന മെറ്റ ഇൻഫോടെക് ഓൾറെഡി 11.69 ടൈംസ് ആയിട്ടുണ്ട്. സൈബർ സെക്യൂരിറ്റി രംഗത്തുള്ളൊരു കമ്പനിയാണ്. ഇന്നാണ് ക്ലോസിങ്. നല്ല ഓവർ സബ്സ്ക്രിപ്ഷൻ ലഭിക്കുന്നുള്ള ഒരു എക്സ്പെക്ടേഷനാണ്. അപ്പോൾ ഈ 2 സ്റ്റോക്കുകളും നല്ല ലിസ്റ്റിംഗ് ഗെയിനോടുകൂടി ലിസ്റ്റ് ചെയ്യാനുള്ള സാധ്യതകളാണ് കാണുന്നത്. ഇതൊക്കെയാണ് മാർക്കറ്റ് ന്യൂസുകൾ. വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക. ഒരു അപ്വേർഡ് ബയാസ്, പോസിറ്റീവ് ബയാസ് തന്നെയാണ് നമ്മൾ മാർക്കറ്റിൽ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ താരിഫ് ന്യൂസുകളൊന്ന് വാച്ച് ചെയ്യുക. Q1 റിസൾട്ടുകൾ തന്നെയാണ് നമ്മളെ സംബന്ധിച്ച് മേജർ ഇവൻ്റ് ആയിട്ട് മുന്നിലുള്ളത്. 10-ാം തീയതി TCSും ടാറ്റ എലക്സിയും മേജർ കമ്പനികളുടെ Q1 റിസൾട്ടുകൾ വരും. അതോടൊപ്പം തന്നെ 11-ാം തീയതി ഡിമാർട്ടിൻ്റെ Q1 റിസൾട്ട് വരും. അപ്പോൾ ഈ റിസൾട്ടുകളായിരിക്കാം മാർക്കറ്റിലൊരു ട്രെൻഡ് ഡിക്റ്റേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിൻ്റെ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻറ്റ് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.